ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കുഞ്ഞൂട്ടനും കൂടെ കുഞ്ഞൂട്ടന് വേണ്ടി ഒരു വോക്കർ വാങ്ങാൻ പോവാണ്. അപ്പോൾ സാധാ എല്ലാവരുടെയും കാണുന്ന ആ ടൈപ്പ് വോക്കറല്ല, ഞാൻ ദാ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം. ഇതാണ് വാങ്ങാൻ പോകുന്നത് ഞങ്ങൾ. അപ്പം തലശ്ശേരിയിൽ ഫസ്റ്റ് ക്രൈൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഞാൻ ആപ്പിൽ നോക്കിയപ്പോൾ ഇത് കണ്ടായിരുന്നു. അപ്പം എന്തായാലും ഫസ്റ്റ് ക്രൈ പോയിട്ട് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, പിന്നെ റേറ്റും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഞങ്ങൾ എന്തായാലും പോകുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും കൂടെ പോയോ? ഓക്കെ. അപ്പോൾ കുഞ്ഞൂട്ടന് സ്കൂട്ടി പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഇതാ മോളിലെത്തി, വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. ഇതാ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. വരുന്ന വഴി ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, കാരണം കുഞ്ഞൂട്ടനെ ഞാൻ പിടിച്ചേക്കുമായിരുന്നു. നമ്മളെന്തായാലും ലിഫ്റ്റ് കയറട്ടെ. ഏതാ ഫ്ലോറിന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. സോറി, ഞാൻ ഇത് ഫ്ലോർ എഴുതി വെച്ചേക്കുന്ന വിചാരിച്ചല്ല. നമ്മളെന്തായാലും സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് നോക്കട്ടെ. സെക്കൻഡ് ഫ്ലോറാണ് ആക്കിയിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ നോക്കട്ടെ എന്തായാലും. അപ്പൊ നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു ഗൈസ്. നമ്മള് സെക്കൻഡ് ഫ്ലോറിലല്ല വന്നത്, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫസ്റ്റ് ക്രൈ ഉള്ളത്. വെറുതെ ഇങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞൂട്ടൻ ആരോടൊക്കെയോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ആദ്യം കുഞ്ഞൂട്ടൻ ഇങ്ങനെ അറിയാത്തവരടുത്തൊന്നും അധികം മിണ്ടാൻ നിൽക്കത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ കുറേ പേരെ കണ്ട് പരിചയത്തിന് ശേഷം എല്ലാവരുടെ അടുത്തും മൈൻഡാക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്രൈ പോയി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കർ ഇല്ല അവിടെ. അവർക്ക് അറിയേയില്ല വാക്കറിനെ പറ്റി. നമ്മൾ മേലെ ബേബി കെയർ ഉണ്ട്. അപ്പൊ ബേബി കെയറിൽ പോയിട്ട് നോക്കട്ടെ, അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ പോപ്പീസ് ഉണ്ട് ഇതിന്റെ അപ്പുറം. മാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പോകുമ്പം അവിടെയും കൂടെ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും. നമ്മളെന്തായാലും ബേബി കെയറിലേക്ക് കയറട്ടെ കേട്ടോ. അപ്പം ഇവിടെ എവിടെയും ഇല്ല ഞാൻ കാണിച്ച വോക്കർ. ഈ പോപ്പീസിലും ഉണ്ടാവോ എന്നുള്ളത് ഒരു 10% ഹോപ്പുള്ളൂ. അപ്പൊ നമ്മളിതാ പോപ്പീസിലേക്ക് പോകാൻ വേണ്ടിട്ട് പാർക്കിങ്ങിലേക്ക് എത്തി. പിന്നെയും അങ്ങോട്ട് പോയി നോക്കട്ടെ കേട്ടോ. വെളിച്ചം ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ഒരുമാതിരി ബ്ലർ പോലെയുള്ളതല്ല. അങ്ങനെ ഞങ്ങൾ പോപ്പീസിലെത്തി. അവിടെ ഉള്ളിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവിടെ കയറി ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു ടോയ്സിൻ്റെ സെക്ഷൻ ഇവിടെയല്ല, ഗ്രൗണ്ട് ഫ്ലോറിൽ ഡ്രസ്സും പിന്നെ കുറച്ച് ബേബി പ്രൊഡക്ട്സും മാത്രമേ ഉള്ളൂ, ടോയ്സൊക്കെ മേലെയാന്ന് പറഞ്ഞ് ഞങ്ങൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് തന്നെ അറിയില്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വോക്കർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചി വേഗം തന്നെ പോയി നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി തപ്പിയിട്ടൊന്നും കണ്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ദാ ഇവിടെ 2 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ അല്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ആ വോക്കറിൽ കുഞ്ഞൂട്ടനൊന്ന് ഇരുത്തി നോക്കാമെന്ന് പറഞ്ഞിട്ട്. അവനത് പിടിക്കുന്നൊന്നും ഉണ്ടായില്ല, അവൻ ആദ്യമായിട്ട് കാണുമല്ലേ. അത് കഴിഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് ടോയ്സൊക്കെ നോക്കി കുഞ്ഞൂട്ടനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങളിതാ തിരിച്ച് പോകാൻ വേണ്ടി നോക്കുവാണ്. അപ്പം ഇവിടെ നല്ല ടോയ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ വോക്കർ കിട്ടിയിട്ടില്ല. ഇത് സ്കൂട്ടി ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ആ ടൈപ്പാന്നുള്ളത്. പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു. നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ വോക്കറാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എവിടെ വേണേലും പിടിക്കാം. ഇവന് കംഫർട്ടബിൾ ആയിരിക്കും. ഇതിപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ പിടിക്കണ്ടേ, അതുകൊണ്ട് നമ്മളെന്തായാലും ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ തന്നെ വെക്കുന്നത് അല്ലേ. കുഞ്ഞു ഒരാഴ്ച വെയിറ്റ് ചെയ്യൂല അല്ലേ? ഒരാഴ്ച വേണം. ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒരാഴ്ച വേണമെന്ന് കണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ അത് ഓർഡർ ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഇതിനാണെങ്കിൽ പ്രൈസ് കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനേക്കാളും കുറച്ച് കൂടുതലുമാണ്. ഒരു 4000 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മളെന്തായാലും വീട്ടിലേക്ക് പോകട്ടെ കേട്ടോ.
ഇനിയിപ്പോ കുഞ്ഞുട്ടനൊന്നും വാങ്ങിയില്ലല്ലോ. കുഞ്ഞുട്ട വീട് വീട് എടാ വീടാടാ അർച്ചി പിടിച്ച. അപ്പം ഇനി വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.